നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് സ്റ്റുട്ട്ഗർട്ടിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സാന്റിയാഗോ ബെർണാബോയിൽ വെച്ച് നടന്ന ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഗംഭീര പ്രകടനമായിരുന്നു ഈ ജർമ്മൻ ക്ലബ്ബ് നടത്തിയിരുന്നത്. നിരവധി മുന്നേറ്റങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു. പലപ്പോഴും റയലിന് ഭീഷണി ഉയർത്താൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം റയലിനെ രക്ഷിച്ചത് അവരുടെ ഗോൾ കീപ്പറായ തിബോട്ട് കോർട്ടോയാണ്. തകർപ്പൻ സേവുകളാണ് അദ്ദേഹം മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. ആകെ 6 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ 3 എണ്ണവും ബോക്സിനകത്ത് വെച്ചുള്ള ഷോട്ടിൽ നിന്നായിരുന്നു. ഏതായാലും കോർട്ടുവയെ പ്രശംസിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിൻ്റെ മുൻ ഗോൾ കീപ്പറായിരുന്ന സാന്റിയാഗോ കനിസാരസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഗോൾ കീപ്പർമാരിലെ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ കോർട്ടുവയാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കനിസാരസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് കോർട്ടുവയാണ്. നമ്മൾ മറഡോണയെപ്പോലെ മെസ്സിയെപ്പോലെ എന്നൊക്കെ പറയാറില്ലേ? ഇവിടെ ഗോൾ കീപ്പർമാരുടെ കാര്യത്തിൽ മറഡോണയും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ കോർട്ടുവ തന്നെയാണ്. മറ്റെല്ലാ ഗോൾ കീപ്പർമാരുടെയും മുകളിലാണ് അദ്ദേഹം വരുന്നത്. ഒരുപാട് നിർണായക സേവുകൾ അദ്ദേഹം നടത്തുന്നു. ദിവസവും അദ്ദേഹം അത് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കത് നോർമലായിക്കൊണ്ട് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ കോർട്ടുവയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അദ്ദേഹം തന്നെയാണ്. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. ഇതാണ് റയലിൻ്റെ മുൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കോർട്ടുവ തന്നെയാണ്. മത്സരത്തിലേക്ക് റയലിനെ തിരിച്ചു വരാൻ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്മരിക പ്രകടനം തന്നെയാണ്. ഇനി റയൽ മാഡ്രിഡ് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ എസ്പെനോളിനെയാണ് നേരിടുക. വരുന്ന ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ഈ മത്സരം അരങ്ങേറുക. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.